ഹലോ ഫ്രണ്ട്സ്, ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സൗകര്യപ്രദമായിട്ടും അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടും ചെയ്തെടുത്തിട്ടുള്ള ഒരു വീടിൻ്റെ ഹോം ടൂറാണ്. 1969 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ചെയ്തെടുത്തിട്ടുള്ളത്. 2000 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലാണ് അളവ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കിച്ചൺ ടൂർ ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുൾ ഹോം ടൂർ കാണിക്കാനായിട്ട്. ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ഹോം ടൂർ ഉണ്ട്, എല്ലാവരും ലാസ്റ്റ് വരെ കണ്ട് നോക്കുക. അപ്പോൾ ഈ ഒരു വീടുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വളാഞ്ചേരിക്കടുത്ത് ബാവപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഷമീർ ഫസീല ദമ്പതികളുടെ വീടാണിത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നാട്ടിലൊരു സാധാരണ ജോലി ചെയ്ത് അറവ് ജോലി ചെയ്തിട്ടാണ് ഷമീർക്ക ഈ വീട് ₹1 പോലും കടം വരാത്ത രീതിയിൽ മുറ്റം പോലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു കട്ടയൊക്കെ വിരിച്ചിട്ട് അങ്ങനെ ഈ ഒരു വീട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ് കേട്ടോ. നമ്മൾ കാണുന്ന സ്വപ്നം എത്ര വലുതാണെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഒരു വീട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് വരുന്നത്. ഒരു ബോക്സ് ഡിസൈനൊക്കെ കൊടുത്ത് ഒരു കണ്ടംപററി ലുക്കിലാണ് വീട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ക്ലാഡിംഗ് വർക്കാണ്. ചെങ്കൽ സ്റ്റോണിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ക്ലാഡിംഗ് ആണ് കേട്ടോ. സ്റ്റോൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ടൈപ്പ് ടൈലും വരുന്നുണ്ടല്ലോ, ടൈലല്ല, ഇവിടെ ശരിക്കും ഒറിജിനൽ സ്റ്റോൺ കൊടുത്തിട്ടാണ് ആ ഒരു ക്ലാഡിംഗ് ചെയ്തിട്ടുള്ളത്. സിറ്റൗട്ടിൻ്റെ മുൻവശത്തായിട്ട് ഇതുപോലെ ചെടിയൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് സെപ്പറേറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ അവിടെ ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ബാൽക്കണിക്കും താഴത്തെ ബാൽക്കണിക്കും ഒരേ ടൈപ്പിൽ വരുന്ന റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തോട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ പ്രൊജക്ഷൻ വർക്കൊക്കെ കൊടുത്ത് അതിൻ്റെ ഉൾഭാഗത്തും ആ ഒരു ക്ലാഡിംഗ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലും അതുപോലെ തന്നെ ആ ഒരു പ്രൊജക്ഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഇവിടെ ഒരു ഗ്രീൻ കളർ, ഒരു പേസ്റ്റൽ ഗ്രീൻ കളറും കൂടെ പുറം ഭാഗത്ത് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സിറ്റൗട്ടിൻ്റെ വിശേഷങ്ങൾ കണ്ടു നോക്കാം. ഈ ഭാഗത്ത് നിന്നാണ് സിറ്റൗട്ടിലോട്ടുള്ള എൻട്രൻസ്, ആ ഒരു സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിൽ ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ ഉള്ളൊരു ടൈലാണ്, ഒരു ലൈറ്റ് കളർ തീമിൽ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട്. അവിടെ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ആ ഒരു ഇരിപ്പിടത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്ത് നല്ല ഭംഗിയിൽ 2 ചെയറുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സിറ്റൗട്ടിൻ്റെ ആ ഒരു വ്യൂ വരുന്നത്. ഇവിടെ നല്ല വീതിയിൽ പില്ലർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പില്ലറിനും ആ ഒരു ക്ലാഡിംഗ് ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ലോങ് ചെയർ, ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ മുകളിലൊക്കെ സിമ്പിളായിട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിറ്റൗട്ടിൽ ഇത്രയൊക്കെയാണ് നമുക്ക് കാണാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഡബിൾ ഡോർ മെത്തേഡിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വെൽക്കം ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ ഒരു വീടിൻ്റെ സെൻട്രൽ ഹാളിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹാളിൽ തന്നെയാണ് ലിവിങ്ങും ഡൈനിങ്ങും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഹാള് ഒരു എൽ ഷേപ്പിലാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഭാഗം ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അപ്പുറത്തോട്ട് ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ നീണ്ടിട്ട് ആ ഭാഗത്തോട്ടാണ് വാഷ് ബേസിൻ യൂണിറ്റൊക്കെ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറും വരുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ, സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളതും. അപ്പോൾ മൊത്തം വീടിൻ്റെ ആ ഒരു സെൻട്രൽ ഹാള് ഇതുതന്നെയാണ്. ഈ ഒരു കോർണറിലായിട്ടാണ് ഡോറ് കടന്നു വരുന്ന ആ ഒരു കോർണറിലായിട്ടാണ് ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ആ ഒരു സീലിംഗ് ചെയ്ത് അവിടെ നല്ല ഭംഗിയിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് കണ്ടില്ലേ, ഇതിങ്ങനെ പല ടൈപ്പായിട്ട് ഇങ്ങനെ 3 കളറായിട്ട് ഇങ്ങനെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ. ആ ഒരു രീതിയിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷെൽഫും കൂടെ വരുന്നുണ്ട്. ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ കളർ തീമിലുള്ള ആ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഷോ പീസുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഇൻറ്റീരിയറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു സെറ്റ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. അതിന് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഒരു വുഡൻ ടീപ്പോയും അതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഷെൽഫിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഭാഗത്തോട്ടാണ് ഇവിടുത്തെ ഡൈനിങ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പാസേജ് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു പാസേജിൻ്റെ ഭാഗത്തും നല്ല ഭംഗിയിൽ ഇൻറ്റീരിയർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് സ്റ്റെയർ നല്ല ഭംഗി തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അവർ GIയിലാണ് കേട്ടോ ആ ഒരു വർക്കുകൾ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ബ്ലാക്ക് കളർ ആ ഒരു പെയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഒരു റെയിലിങ്ങിൻ്റെ ഡിസൈന് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു പാസേജിൽ കണ്ടില്ലേ, ഇങ്ങനെ 3 ഡിസൈൻ ആ ഒരു വാളിൽ കൊടുത്തിട്ടുണ്ട്.
പിന്നെ അതാ ഇവിടെയാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടേബിളും ചെയറുകളും ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഈ ഒരു രീതിയിൽ സീലിംഗ് ഒക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ട് അവിടെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഈ ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ തീമാണ് മൊത്തത്തിൽ ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടേബിളിൻ്റെ താഴ്ഭാഗം കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് കേട്ടോ ആ ഒരു ഡിസൈൻ വരുന്നത്. നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിച്ചത്. ഇനിയിപ്പോൾ ഈ ഒരു ടേബിളിനോട് ചേർന്ന് വരുന്ന ഭാഗത്താണ് ഈ വീടിൻ്റെ വാഷ് ഏരിയ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയിലുള്ള ഒരു വാഷ് ബേസിൻ യൂണിറ്റാണ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ്. മുകളിലും താഴെയും എല്ലാം സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് കളറിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് കൗണ്ടറിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ നല്ല ഭംഗിയിൽ പാനലിംഗ് വർക്ക് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലെയും താഴെയും ഷെൽഫുകൾക്ക് ഒരു ഐവറി ടച്ച് വരുന്നൊരു കളറാണ് കേട്ടോ വരുന്നത്. ആ വൈറ്റ് അല്ല, ബാക്കി ഭാഗത്ത് കണ്ടിട്ടുള്ള വൈറ്റിലല്ല ചെയ്തിട്ടുള്ളത്. കുറച്ചൊരു ഡിഫറൻസ് വരുന്നൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ ഒരു റൗണ്ട് മിറർ കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്ത്. അവിടെ ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ലൈവ് പ്ലാന്റ്സും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഏരിയ നല്ല ഭംഗിയായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റെയർ കണ്ടില്ലേ, സ്റ്റെയറിൻ്റെ ഈ വശത്തായിട്ട് കണ്ടില്ലേ, ഈ ഒരു പാസേജിലാണ് ഒരു ബെഡ്റൂം വരുന്നത്. നെക്സ്റ്റ് സ്റ്റെയറിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു പാസേജിലായിട്ട് അടുത്ത ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ കാണുന്ന ഡോറുണ്ടല്ലോ, ഈ ഒരു പാസേജിൽ നിന്ന് ഇത് കിച്ചനും. ഇങ്ങനെയാണ് ഈ ഒരു സെൻട്രൽ ഹാളിൽ നിന്നും ബെഡ്റൂമുകളിലേക്കും കിച്ചണിലോട്ടൊക്കെ ഉള്ള ഒരു പാസേജും ഡോറൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂം കണ്ടു നോക്കാം. മൊത്തം 4 ബെഡ്റൂമുകളാണ് കേട്ടോ ഈ ഒരു വീടിനുള്ളത്. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമും ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ വിൻഡോക്കൊക്കെ നല്ല ഭംഗിയിൽ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ് ബാക്കി വീടിൻ്റെ ഭാഗങ്ങളിലെല്ലാം കൊടുത്തിട്ടുള്ള സെയിം ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബ് ഇതാ ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വൈറ്റ് ആൻഡ് വുഡൻ കളർ തീമിലാണ് ആ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിൽ തന്നെ മിറർ യൂണിറ്റ് വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ കോർണറിലെല്ലാം ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ആ ഒരു വുഡൻ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ആ ഒരു ബാത്റൂമും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കണ്ടു നോക്കാം. ബാത്റൂം ആണെങ്കിലും നല്ല സൗകര്യപ്രദമായി തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ യൂണിറ്റും എല്ലാം വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ തീമിൽ നല്ല ഭംഗിയായിട്ടും നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുള്ളൊരു ബാത്റൂമാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കണ്ടു നോക്കാം. നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗത്ത് നിന്നാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അത് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂമും സെയിം ഫ്ലോറിങ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു വിൻഡോക്ക് എല്ലാം ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു ദീവാനി നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ മുകളിലൊക്കെ ഒരു നോർമൽ രീതിയിൽ തന്നെയാണ് കേട്ടോ, സീലിംഗ് വർക്കൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ ഭാഗത്ത് കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ വാർഡ്രോബ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കളർ തീം വരുന്നത് ഒരു വാഷ് ബേസിൻ യൂണിറ്റിൻ്റെ ഒക്കെ ഭാഗത്ത് കൊടുത്തിട്ടുള്ള ഒരു ഐവറി പോലത്തെ കളർ വരുന്നുണ്ടല്ലോ, അതാണ് കേട്ടോ ആ ഒരു കളർ തീം വാർഡ്രോബിന് വരുന്നത്. ബാക്കി ഡിസൈൻ വരുന്നത് ആ ഒരു മിററൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുള്ള 2 സൈഡിലും ഇങ്ങനെ ഭംഗിയായിട്ട് ആ ഒരു വുഡൻ കളർ തീമിൽ ആ ഒരു തട്ടുകൾ കൊടുത്തിട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ വാർഡ്രോബിനോട് ചേർന്ന് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബാത്റൂമും കൂടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഇവിടെ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ ബാത്റൂം ചെയ്തെടുത്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് ആ ഒരു ബ്ലൂ കളർ തീമിൽ ആണ് മിക്സിംഗ് ആയിട്ടാണ് ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ മുകളിലത്തെ അപ്സ്റ്റെയർത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കാം. സ്റ്റെയറിൻ്റെ ഈ ഒരു വശം ഈ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത്. ഈ ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് ആ ഒരു ഡിസൈൻ ചെയ്തെടുത്ത് കാണാനായിട്ട്. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഷെൽഫുകളൊക്കെ കൊടുത്തിട്ട് അതും നല്ല ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടൊന്നുമില്ല. ആ ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിൽ ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ സ്റ്റെപ്പുകൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത്. ആ ഒരു നമ്മൾ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ടൈലും പിന്നെ സ്റ്റെപ്പുകളിൽ ആ ഒരു ബ്ലാക്ക് കളറും അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിനി മുകളിലെ വിശേഷങ്ങൾ കണ്ടു നോക്കാം. ലാൻഡിങ്ങിൽ ഒരു പർഗോള വിൻഡോസ് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ദാ ഈ ഒരു രീതിയിലാണ് കേട്ടോ മുകളിൽ വരുന്നത്. ഇങ്ങനെ ചെറിയൊരു ഹാള് വരുന്നുണ്ട് കയറി വരുന്ന ഭാഗത്ത്. പിന്നെ ഒരു ഡോറ് കാണുന്നില്ലേ, അതാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂം. പിന്നെ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ഡോറില്ലേ, ഇത് നെക്സ്റ്റ് ബെഡ്റൂം. അങ്ങനെ 2 ബെഡ്റൂമുകളാണ് കേട്ടോ വരുന്നത്. മറ്റേത് പിന്നെ ഓപ്പൺ ടെറസിലോട്ടും വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ടും അല്ലെ ബാൽക്കണിയിലോട്ടൊക്കെ ഇറങ്ങുന്ന ഡോറുകളാണ് ബാക്കി 2 ഡോറ്. അപ്പോൾ അതാ സ്റ്റെയറിൻ്റെ ഭാഗം ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇവിടെ ലാൻഡിങ്ങിൽ ആ ഒരു പർഗോള വിൻഡോ കൊടുത്തിട്ട് അവിടെ ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ടു നോക്കാം. ആദ്യം ഈ ഒരു ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ദാ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഉൾവശം വരുന്നത് ഈ രീതിയിലാണ് കേട്ടോ. കർട്ടന് ആ ഒരു ഭാഗത്ത് ബ്ലൈൻഡ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, വിൻഡോക്കെല്ലാം. പിന്നെ ഈ ഭാഗത്തായിട്ട് കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ ആ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് നമുക്ക് ആ ഒരു വ്യൂ കിട്ടുന്ന രീതിയിൽ ഈ ഭാഗത്തും വിൻഡോസൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ വാർഡ്രോബ് ബാത്റൂമൊക്കെ ദാ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഏരിയ കൊടുത്തിട്ട് ഈ ഭാഗത്തോട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിലും ആ ഒരു കളർ തീം വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെയിം ആണ് കേട്ടോ, ഐവറി ആൻഡ് വുഡൻ ആണ് വരുന്നത്. ഈ സൈഡിലോട്ടായിട്ട് ബാത്റൂം വരുന്നുണ്ട്. ഈ ബാത്റൂമിൻ്റെ കളർ തീം കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയുണ്ട് അല്ലേ. ആ ഒരു പിസ്ത ഗ്രീനും വൈറ്റും കളർ തീമിൽ വരുന്ന രീതിയിലാണ് അതിൻ്റെ കളർ വരുന്നത്. നല്ല ഭംഗിയുണ്ട് ആ ഒരു കളർ തീം കാണാനായിട്ട്. ഇനി ഇവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂമും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ദാ ഈ ഭാഗത്താണ് കേട്ടോ അടുത്ത ബെഡ്റൂം വരുന്നത്. ഫ്ലോറിംഗ് ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ അതാ ഈ ഭാഗത്തായിട്ട് കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിൻഡോകൾക്കെല്ലാം ബ്ലൈൻഡ്സ് കൊടുത്തിട്ട് മുകളിൽ സ്പോട്ട് ലൈറ്റുകൾ മാത്രം കൊടുത്തിട്ട് ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോടെയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ട് ഇതാ ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിൽ ആ ഒരു സെയിം നമ്മൾ താഴത്ത് കണ്ട ഒരു ഡിസൈനിൽ ഷെൽഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാത്റൂം ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ട് നോക്കാം. അപ്പോൾ ഈ ഒരു ബാത്റൂമിൻ്റെ ഉൾവശത ഈ ഒരു കളർ തീമിലാണ് കേട്ടോ വരുന്നത്. ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഒരു വയലറ്റ് പോലത്തെ കളറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വൈറ്റ് കളറും ആ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് കാണാനുള്ളത് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് വരുന്ന ഒരു ബാൽക്കണി ഉണ്ടല്ലോ, നമ്മൾ വീടിൻ്റെ പുറം ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന മുകളിൽ കാണുന്ന ഒരു ബാൽക്കണി, അതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതും കൂടെ കണ്ടു നോക്കാം. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് ആ ഒരു ബാൽക്കണി വരുന്നത്. താഴത്ത് കണ്ടതുപോലെ തന്നെ ആ ഒരു പില്ലറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആ ഒരു ചെങ്കൽ ഡിസൈനിൽ വരുന്ന ക്ലാഡിങ് വർക്കും ചെയ്തെടുത്തിട്ടുണ്ട്. താഴത്തെ സിറ്റൗട്ടിൽ കണ്ട സെയിം രീതിയിൽ തന്നെയാണ് ആ ഒരു പില്ലറെല്ലാം ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു ബാൽക്കണി ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് മുകളിൽ കാണാനായിട്ടുള്ളത്. ഇനി എന്തായാലും നമുക്ക് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് തന്നെ പോകാം. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ വീഡിയോയിൽ കാണാനായിട്ട് ബാക്കിയുള്ളത് വീടിൻ്റെ കിച്ചൻ്റെ സൈഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കിച്ചനൊന്ന് കണ്ടു നോക്കാം. കിച്ചന് ഞാൻ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. കിച്ചൺ ടൂർ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ അതെടുത്ത് കണ്ട് നോക്കിയാൽ മതി കേട്ടോ, വിശദമായ വീഡിയോ കാണണം എന്നുള്ളവർ. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് കിച്ചൺ വരുന്നത്. ഫ്ലോറിങ് സെയിം തന്നെയാണ് കേട്ടോ വീടിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ കൊടുത്തിട്ടുള്ള. പിന്നെ ഇവിടെ കണ്ടില്ല ഒരു മൊറോക്കൻ ടൈൽ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം വാള്. പിന്നെ ഈ ഭാഗത്തായിട്ടൊരു ടേബിളും ചെയറുകളും വരുന്നുണ്ട്. കിച്ചണിൽ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ അതാ ഈ ഭാഗത്തായിട്ട് എൽ ഷേപ്പിൽ കൗണ്ടർ ടോപ്പ് കൊടുത്ത് അവിടെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. താഴെയെല്ലാം നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്നുണ്ട്. ഈ ഭാഗത്തോട്ടായിട്ട് ഇതാ ഗ്രിൽസിൻ്റെ ആ ഒരു ഏരിയ ആണ് വരുന്നത്. ആ ഒരു ഭാഗം ഫുള്ളായിട്ട് ഗ്രിൽസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഡോറ് കാണുന്നില്ലേ, ഇത് സ്റ്റോർ റൂമാണ് കേട്ടോ. പിന്നെ തൊട്ടടുത്ത് ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ റാക്കൊക്കെ ഓപ്പൺ റാക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്, ഷെൽഫുകൾ കൊടുത്തിട്ടില്ല. ഈ ഭാഗം ഇങ്ങനെ ഒരു ഗ്രിൽസ് കൊടുത്ത ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെയാണ് വാഷ് ഏരിയ സിങ്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ഡോറ് വരുന്നതും കിച്ചൻ്റെ പുറകിലോട്ടുള്ള ഒരു ഡോറ് വരുന്നതും ഗ്രിൽ ഡോറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഫുള്ളായിട്ട് ഗ്രിൽസ് കൊടുത്തത് കൊണ്ട് തന്നെ ഈ കിച്ചണിലോട്ട് നന്നായിട്ട് വെളിച്ചം കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ് കിച്ചനും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തെല്ലാം വാളിൽ വൈറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. വിറകടുപ്പ് ഇതാ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഒരു സിംഗിൾ കിച്ചണിൽ വരുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ടും സൗകര്യപ്രദമായിട്ടും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കിച്ചനാണ്. അപ്പോൾ കിച്ചൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ തന്നെ ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസും ഒക്കെ അതിൽ പറയുന്നുണ്ട്, അളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതറിയണം എന്നുള്ളവർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് എടുത്തിട്ട് കണ്ടു നോക്കിയാൽ മതി. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് മുന്നത്തെ വീഡിയോ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതെടുത്തിട്ട് കണ്ടു നോക്കിയാൽ മതി. നല്ല ഭംഗിയായും സൗകര്യപ്രദമായും ഒരു
സാധാരണക്കാരൻ നാട്ടിൽ ജോലി ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ്. ഈ വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്